ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റുമോനായ സയ്യിദ് റളിയല്ലാഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമത്ത് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹുവിന്റെ മകനാണ് സയ്യിദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ പോറ്റുമകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. അതിന്റെ ചരിത്രമൊക്കെ നീണ്ട ചരിത്രമാണ്. ഏതുവരെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു കുട്ടിയായ സമയത്ത് അവിടുത്തെ ബാപ്പ ഹാരിസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉമ്മയോ കൂടെ ജീവിക്കുന്ന കാലത്ത് ജോലിക്ക് പോകുമ്പോൾ, ജോലി ചെയ്യാൻ പോകുമ്പോൾ ബാപ്പ എന്ത് ചെയ്യും? ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ മകന് സയ്യിദ് റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്ത് ഈ മോനെ അത്രയും വലിയ സ്നേഹിച്ച മകനാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഉമ്മ സയ്യിദ് റളിയല്ലാഹുവിനോട് ഹാരിസ് റളിയല്ലാഹുവിനോട് പറയുന്നു, സയ്യിദ് റളിയല്ലാഹുവിന്റെ ബാപ്പനോട് പറയുന്നു, എനിക്ക് ഇന്ന് വിരുന്നിന് പോകാനുണ്ട്. വിരുന്നിന് പോകുന്ന സമയത്ത് കുഞ്ഞി എന്നെ കൂടെ വേണം. അങ്ങനെ പിന്നെ അവസാനം തർക്കമുണ്ടായി. അങ്ങനെ വിരുന്നിന് പോകുന്ന സമയത്ത് ഈ ദിവസം കുഞ്ഞിനെ നിന്റെ കയ്യിൽ തരാമെന്ന് ഭർത്താവ് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു കുഞ്ഞിയായ അവിടത്തെ ഉമ്മ വിരുന്നിന് പോവുകയാണ്. ആരെ കൂടെയാണ് വിരുന്നിന് പോകുന്നത്? നീണ്ട ചരിത്രമാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ട് ഉമ്മ അന്ന് കച്ചവട സംഘം ചെയ്യുന്ന ചില ഗോത്രക്കാർ അവരെ കൂടെ സയ്യിദ് റളിയല്ലാഹുവിന്റെ ബാപ്പ ഹാരിസ് റളിയല്ലാഹു അൻഹു യാത്ര അയക്കുകയാണ്. യാത്ര അയച്ചത് മാത്രമല്ല, ആ സയ്യിദ് റളിയല്ലാഹുവിനോടുള്ള സ്നേഹം കണ്ടില്ലേ, പിന്നിലിങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹുവിന്റെ ബാപ്പ പിന്നിലിങ്ങനെ നടക്കുകയാണ്. മൈതാനിൽ ഇങ്ങനെ പോകുന്നത് വരെ എത്തി നോക്കുകയാണ്. അങ്ങനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വിരുന്നിന് പോയി അവിടെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി താമസിക്കുന്ന സമയത്ത് കുറെ കൊള്ള സംഘം, അതായത് സ്വത്ത് കട്ടുപോകുന്ന വ്യക്തികൾ അവിടെ കട്ടുപോകാൻ വന്ന് ആ കൂട്ടത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ കുട്ടീനും കൂടി ഈ കുട്ടീനെ കട്ടുകൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, കട്ടുകൊണ്ടുപോയ സമയത്ത് അവിടുന്ന് ഉമ്മ വളരെ വിഷമത്തിലാണ് മടങ്ങിയത്. കുഞ്ഞില്ലാതെ ഉമ്മ മടങ്ങിയത് മാത്രമല്ല, മടങ്ങി ഹാരിസ് റളിയല്ലാഹു അൻഹു അതായത് സയ്യിദ് റളിയല്ലാഹുവിന്റെ ബാപ്പാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഭാര്യയുടെ കയ്യിൽ കുഞ്ഞില്ലാതെ ദുഃഖമങ്ങ് കണ്ടപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തറിയോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, വെപ്രാളമായി പോയി. കാരണം ഒരു ദിവസം പോലും കുഞ്ഞില്ലാതെ ജോലിക്ക് പോകാതെ ഹാരിസ് സുബ്ഹാനല്ലാഹ് മാനവർകളതാ തേടാൻ വേണ്ടി തുടങ്ങി. ഓരോരോ കച്ചവട സംഘം കാണുമ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്റെ മകൻ സയ്യിദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പോവുകയാണ്. കുട്ടിയല്ല ജനങ്ങളോട് ചോദ്യം, എന്റെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, അവസാനം മൂപ്പര് ചോദിച്ച് മരങ്ങളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, മലകളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, പർവ്വതങ്ങളെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി. മരമേ എന്റെ മകനെ കണ്ടിട്ടുണ്ടോ? പർവ്വതമേ എന്റെ മകൻ സയ്യിദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാനം ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു പിരാന്തനായി പോയി. മകന്റെ ഇഷ്ക് കൊണ്ട് മകനെ തേടി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ സുബ്ഹാനല്ലാഹ് മർഭൂമിയിൽ ഇങ്ങനെ നടന്നു അവസാനം പാട്ട് പാടാൻ തുടങ്ങി. ബഖൈതു അലാ സയ്യിദിൻ വലം അദ്രി മാ ഫഅൽ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ തേടിക്കൊണ്ട് മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. റബ്ബേ, എന്റെ മോൻ എന്തായി പോയി? എന്റെ മകൻ എവിടെയാണ്? എന്റെ മകൻ മരണപ്പെട്ടു പോയോ? അല്ല ജീവിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, തേടി അവസാനം മകനെ കാണുന്നില്ല. മകനില്ലാത്ത സങ്കടം കൊണ്ട് ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങുന്നു. അന്ന് മുതൽ തന്നെ ഹാരിസ് ഒരു ചെറിയ പിരാന്തനെ പോലെയാണ്. ശരിക്കുള്ള ഒരു ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒരു കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ. പക്ഷേ നീണ്ട വിഷയമാണ്. ഈ കുഞ്ഞുണ്ടല്ലോ സയ്യിദ്, ഈ കുഞ്ഞിനെ ആരാണ് കൊണ്ടുപോയത്? കൊണ്ടുപോയി തായിഫിൽ എന്ന് പറയുന്ന റുക്കാദ് എന്ന് പറയുന്ന ഒരു സന്തയുണ്ട്. ആ സന്തയിൽ വെച്ച് ഈ കുഞ്ഞിനെ വിൽപ്പനം ചെയ്യുന്നു. ഇത് ഹാരിസിന് അറിയില്ല.
അങ്ങനെ ആ സന്ദയിൽ വിൽപ്പന ചെയ്യുന്ന സമയത്ത് പണം കൊടുത്തു വാങ്ങിയത് ആരാണറിയോ? ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു അൻഹ, ആ മഹദിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ആ സയ്യിദ് എന്ന് പറയുന്ന കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുവരുന്നു. ആ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹാന്റെ കയ്യിൽ കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹാനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തങ്ങളെ ഖിദ്മത്തിനായി സയ്യിദിനെ കൊടുക്കുകയാണ്. സയ്യിദ് മക്കയിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ വലിയ സന്തോഷത്തിലുള്ള ജീവിതമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഹാരിസ് റളിയല്ലാഹുവിന്റെ നാട്ടിൽ നിന്ന് ഒരു ഗോത്രക്കാര് കഅബയിലേക്ക് വരുന്നു, തവാഫ് ചെയ്യാൻ വരുന്നു. ആ സമയത്ത് ആ ഗോത്രക്കാർക്ക് വിവരം കിട്ടി, ഇതാ ഇവിടെ ഹാരിസിന്റെ മകൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്തുണ്ട്. അല്ലാഹ്. ആ ഗോത്രക്കാര് രണ്ടാമത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ മക്കയിലേക്കല്ലേ പോയത്? എന്റെ മകൻ സയ്യിദിന്റെ വിവരമുണ്ടോ? സയ്യിദിനെ പറ്റി നിങ്ങൾക്കറിയുമോ? പറയാതെ നിർവാഹമില്ല. ആ കച്ചവട സംഘം പറഞ്ഞു, മക്കയിൽ വെച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളടുത്ത് സയ്യിദ് ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി. കിട്ടലോടുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹുവിന്റെ ആ ബാപ്പയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, വീട്ടിലുള്ള സ്വർണ്ണങ്ങൾ, നാണ്യങ്ങൾ, ദുർനാമങ്ങളെല്ലാം എടുത്ത് ഒരു ചാക്കിലങ്ങ് നിറച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര പോകുന്നു. യാത്ര പോയി അവിടെ അന്വേഷണം നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് കാണിക്കുന്നു. ആ വീട്ടിലങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്. പോകുന്ന സമയത്ത് കൂട്ടത്തിൽ അനിയനും ഉണ്ട്, ഹാരിസ് റളിയല്ലാഹുവിന്റെ അനിയനുമുണ്ട്. അങ്ങനെ ആ വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ആരാ? അപ്പോഴാണ് ആ രണ്ട് വ്യക്തികൾ പറയുന്നത്, ഞങ്ങളതാ നിങ്ങളടുത്ത് അടിമയായി ജീവിക്കുന്ന സയ്യിദില്ലേ, ആ സയ്യിദിന്റെ ബാപ്പയാണ് ഞാൻ. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നിങ്ങൾ തരണം, എത്ര പൈസയാണെങ്കിലും ഞങ്ങൾ തരാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ല ഹാരിസേ, നിങ്ങളെ മകൾ നിങ്ങൾക്ക് രണ്ടാമത് തരണമെങ്കിൽ എനിക്ക് പണം വേണ്ട, പക്ഷേ ആ കുഞ്ഞിനെ നിങ്ങളെ മുമ്പിലേക്ക് വിളിക്കാം, ആ കുഞ്ഞിനോട് നിങ്ങൾ ചോദിക്കുക, എന്നിട്ട് ആ കുഞ്ഞ് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ രണ്ടാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പോഴാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒന്ന് എന്റെ വാപ്പയാണ്, ഒന്ന് എന്റെ എളാപ്പയാണ്. എന്നിട്ടതാ സയ്യിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അവർ വന്ന കാര്യം ഞങ്ങൾക്കറിയാം, പക്ഷേ യാ റസൂലല്ലാഹ്, എന്നെ നിങ്ങൾ അവരെ കൂടെ അയക്കരുത് നബിയേ. ഈ സംഭവം അങ്ങ് പറയുമ്പോൾ സയ്യിദ് റളിയല്ലാഹുവിന്റെ ബാപ്പ ഹാരിസ് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു, സയ്യിദേ, എത്ര ദിവസമായി ഞാൻ ഭക്ഷണം കഴിക്കാതെ, എത്ര ദിവസമായി ഞാൻ ഉറങ്ങാതെ, എത്ര ദിവസമായി നിങ്ങളെ ഉമ്മ പട്ടിണി കിടന്നിട്ട് നിങ്ങളെ ഓർത്തുകൊണ്ട് കരയുകയാണ്. അല്ലാ, സ്വന്തം ഒരു ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് താമസിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു അടിമയായി ജീവിക്കുന്നത് നല്ലതാണോ എന്നുള്ള ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത്, വലഖദ് റഅയ്തു അബൻ ഖൈറൻ മിൻ അബീ, എന്റെ ഒറിജിനൽ ബാപ്പാനേക്കാൾ ഖൈറായ ബാപ്പ എനിക്ക് കിട്ടിപ്പോയി.